ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചത് ഡാനിയൽ സെല്ലിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ പറ്റി. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഈ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ പറ്റിയാണ്. അപ്പോൾ എന്താ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് മീൻ ചെയ്യാം? സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോഡ് എടുക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിങ്ക് ഇലക്ട്രോഡ് എടുക്കുകയാണെങ്കിൽ ആ സിങ്കിൻ്റെ ഇലക്ട്രോഡ് നമ്മൾ സിങ്ക് സൾഫേറ്റിലാണ് ഡിപ്പ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഡാനിയൽ സെല്ലിൽ നമ്മൾ സിങ്ക് സൾഫേറ്റിലാണ് ഡിപ്പ് ചെയ്ത് വെക്കുക. അങ്ങനെ വരുമ്പോൾ ആ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള ZnSO4ഉം അതുപോലെ തന്നെ ആ സിങ്കിൻ്റെ റോഡും തമ്മിൽ ഒരു ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അവർ രണ്ടുപേരും കൂടി കോൺടാക്റ്റിൽ വരുമ്പോൾ അവിടെ ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് എന്നൊക്കെ പറയൂലേ, സെയിം കാര്യം തന്നെ. ഓക്കെ, അതേ കാര്യം തന്നെ വരും. അങ്ങനെ വരുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് നമ്മൾ പറയുക. ഒന്ന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നും റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നും. കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ഇലക്ട്രോഡുകൾക്ക് വളരെ ഈസി ആയിട്ട് റിഡക്ഷൻ നടക്കാനായിരിക്കും എളുപ്പം. ഓക്കെ, വളരെ ഈസി ആയിട്ട് അവർ റിഡക്ഷൻ നടക്കും. എന്നാൽ ചില ആൾക്കാർ വളരെ ഈസി ആയിട്ട് ഓക്സിഡേഷൻ ആക്കി നടക്കാം. ഫോർ എക്സാമ്പിൾ സിങ്കിൻ്റെ കേസിൽ അവർക്ക് ഓക്സിഡേഷൻ നടക്കാൻ വളരെ ഈസിയാണ്. കാരണം അതിൻ്റെ റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഓക്സിഡേഷനാണ് നടക്കുക. അങ്ങനെ ആയതുകൊണ്ട് സിങ്കിന് നോർമലി റിഡക്ഷൻ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരാം. നെഗറ്റീവ് വാല്യൂ ആണ് വരാം. ഇനി കോപ്പറിലെ കേസിൽ വരുമ്പോഴത്തേക്കും കോപ്പറിന് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് റിഡക്ഷൻ പോകും. അതുകൊണ്ട് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, കോപ്പറിൻ്റെ കേസിൽ പോസിറ്റീവ് ആണ്, ബിക്കോസ് അത് ഈസി ആയിട്ട് റിഡക്ഷന് പോകുന്നുണ്ട്. വേറെ സിങ്കിൻ്റെ കേസിൽ അത് ഓക്സിഡേഷൻ ആണ് പോകുന്നത് ഈസി ആയിട്ട്. അതുകൊണ്ട് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരാം. ഇനി ഇതേ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നെ നമ്മളൊരു സ്റ്റാൻഡേർഡ് വാല്യൂ എടുക്കും. നമ്മൾ ഇനി തൊട്ട് പഠിക്കുമ്പോൾ എല്ലായിടത്തും സ്റ്റാൻഡേർഡ് വാല്യൂ ആയിരിക്കും നോക്കാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ പറയുന്നത് E0 എന്നായിരിക്കും പറയാം. സ്റ്റാൻഡേർഡ് വാല്യൂ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം മെഷർ ചെയ്യുക തന്നെ. പക്ഷേ ഒറ്റ വ്യത്യാസം, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചറും പ്രഷറും അതുപോലെ തന്നെ കോൺസെൻട്രേഷനും കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. ടെമ്പറേച്ചർ എടുക്കുന്ന 298 കെൽവിനാണ്, അതായത് റൂം ടെമ്പറേച്ചറാണ് എടുക്കുക. 1 atm പ്രഷറും അതുപോലെ 1 മോളാർ കോൺസെൻട്രേഷൻ ആക്കി എടുക്കുക. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ സെറ്റ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും. റെപ്രസെൻറ്റ് ചെയ്യുന്ന E0 എന്നായിരിക്കും. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എല്ലാ ഇലക്ട്രോഡുകൾക്കും ഉണ്ട്. സിങ്കിൻ്റെ ആയിക്കോട്ടെ കോപ്പറിൻ്റെ ആയിക്കോട്ടെ ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും, അത് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ വാല്യൂ ഒന്നും നമ്മൾ പഠിച്ചിരിക്കേണ്ട. മിക്കവാറും ക്വസ്റ്റ്യനിലൊക്കെ E0 വാല്യൂസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തരാറുണ്ട്. നമ്മളത് നോക്കണമെന്നില്ല. നമുക്ക് ആകെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്നും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ള ഐഡിയ മതി. ഇനി ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് നമുക്ക് സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 2 ഇലക്ട്രോഡുകൾ ചേർത്ത് വെച്ചാൽ അതിൻ്റെ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് നോക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. വളരെ ഈസി ആയിട്ട് അത് ചെയ്യാനായിട്ട് പറ്റും. സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സെൽ EMF എന്ന് പറയുന്നു. വേറെ ഒന്നുമില്ല, നമ്മുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എടുക്കും. രണ്ടിൻ്റെ മെറ്റൽ ഇലക്ട്രോഡ്സ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ കേസിൽ സിങ്കും കോപ്പറാണ് വരുന്നതെങ്കിൽ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് 2 ഇലക്ട്രോഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് ഇലക്ട്രോ കെമിക്കൽ സെൽ. ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ 2 ഇലക്ട്രോഡുകൾ, ആനോഡിലെയും കാഥോഡിലെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകളുടെ ഇതെടുക്കും, ഡിഫറൻസ് എടുക്കും. അതെപ്പോഴും എടുക്കുന്നത് ഇങ്ങനെയായിരിക്കും: E സെൽ ഈസ് ഈക്വൽ ടു E കാഥോഡ് മൈനസ് E ആനോഡ് എന്നേ എടുക്കുള്ളൂ. അത് ശ്രദ്ധിച്ചോളണം. എപ്പോഴും കാഥോഡ് മൈനസ് ആനോഡ് എന്നാണ് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ റൈറ്റ് മൈനസ് ലെഫ്റ്റ് എന്നാണ് നമ്മൾ എടുക്കുക. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചിരിക്കുക ഇക്വേഷൻ, സോ ദാറ്റ് ഈസി ആയിട്ട് നോക്കാനാണ്. അപ്പോൾ കാഥോഡ് മൈനസ് ആനോഡ്. ഇനി ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, E0 വാല്യൂ പോസിറ്റീവ് വരുന്ന ആളാണ് എപ്പോഴും കാഥോഡായിട്ട് ബിഹേവ് ചെയ്യുക. E0 വാല്യൂ നെഗറ്റീവ് വരുന്ന ആളാണ് എന്തായിട്ട് ബിഹേവ് ചെയ്യുക? ആനോഡായിട്ട് ബിഹേവ് ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ നോക്കാനായിട്ട്. അപ്പോൾ പോസിറ്റീവ് വരുന്നതിൽ നിന്ന് എപ്പോഴും നെഗറ്റീവ് വരുന്ന ആളെ കുറയ്ക്കാം, ആനോഡിനെ കുറയ്ക്കാം. ആനോഡിന് എപ്പോഴും നെഗറ്റീവ് വാല്യൂ ആയിരിക്കും E0 വരാം. അപ്പോൾ അത് കാഥോഡ് മൈനസ് ആനോഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഈ സെൽ കിട്ടും. ഇനി ഇത് തന്നെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുകയാണെങ്കിലോ E0 സെല്ലായിരിക്കും, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ആയിരിക്കും നമുക്ക് കിട്ടാം. ഇനി ഈ പറഞ്ഞ കാഥോഡിലെ ആനോഡിലൊക്കെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇത് ഇങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്താണ് എന്നുള്ളത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ്. നമ്മൾ
നോർമൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ സിങ്കിന്റെ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ സിങ്ക് എടുത്തിട്ട് വെറുതെ എടുത്ത് മുക്കി വെച്ചാൽ മതി. നമ്മുടെ സിങ്ക് ZnSO4. കോപ്പർ ആണെങ്കിൽ കോപ്പർ എടുത്തിട്ട് കോപ്പർ സൾഫേറ്റ് മുക്കി വെക്കാം. പക്ഷേ ഇത് രണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പറ്റില്ല. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ കേസിൽ അങ്ങനെയല്ല, ഇത്രയും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലാറ്റിനത്തിന്റെ ഒരു ചെറിയ റോഡ് എടുക്കും, അതിനെ ഒന്നും കൂടി പ്ലാറ്റിനം കൊണ്ട് കോട്ട് ചെയ്യും. അതാണ് പ്ലാറ്റിനൈസ്ഡ് പ്ലാറ്റിനം എന്ന് വിളിക്കുന്നത് കേട്ടോ. പ്ലാറ്റിനൈസ്ഡ് പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റിനത്തിന്റെ വയർമേ പിന്നെയും പ്ലാറ്റിനം കൊണ്ട് ഇതാക്കാം, കോട്ട് ചെയ്യാം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് ഡിപ്ഡ് ഇൻ ടു എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 molar കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ. 1 mol കോൺസെൻട്രേഷൻ ഉള്ള H+ അയോണിനെ അതിൻ്റെ സൊല്യൂഷനിൽ വിടും. അതായത് ഇത്രയുള്ള 1 mol കോൺസെൻട്രേഷൻ ഉള്ള ഒരു ആസിഡിന്റെ സൊല്യൂഷനിൽ നമ്മൾ ഇടും. H2SO4 HCl ആസിഡിലോ നമ്മൾ ഇതിനെ ഡിപ്പ് ചെയ്ത് വെക്കും. ഓക്കെ, അങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു ഓപ്പണിംഗ് വെച്ച് അതിലോട്ട് ഹൈഡ്രജൻ ഗ്യാസ് ബബിൾ ചെയ്യും. പ്യുവർ H2 ഗ്യാസ് അറ്റ് 1 atm പ്രഷർ ഈസ് ബബിൾഡ് ഇൻ ടു ദ സൊല്യൂഷൻ. സൊല്യൂഷനിലോട്ട് ബബിൾ ചെയ്യും അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഓഫ് 298 Kelvin. ഇതാണ് ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫിഗർ നമുക്ക് ഇവിടെ നോക്കാം. ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതേടാ നോക്കിയേ, നമ്മുടെ സൊല്യൂഷൻ അതിൽ നമ്മുടെ പ്ലാറ്റിനം വയറാണ് വെച്ചേക്കുന്നത്. അതിന് ചുറ്റുമായിട്ട് ഒരു ഗ്ലാസിന്റെ ഒരു ട്യൂബ് ഉണ്ടാവും. അതിൽ കൂടിയാണ് നമ്മൾ ആ ഹൈഡ്രജൻ ഗ്യാസ് ബബിൾ ചെയ്യാനിടുക. ഹൈഡ്രജൻ ഗ്യാസ് ഇങ്ങനെ ബബിൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. 1 atm പ്രഷർ അല്ലെങ്കിൽ 1 bar പ്രഷർ, രണ്ട് സെയിം ആണ് കേട്ടോ, ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ 1 atm എന്ന് പറഞ്ഞാലും 1 bar എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഈ പറയുന്ന പോലെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇലക്ട്രോഡായിട്ട് സെറ്റായി ഈ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് 0 ആർബിട്രലി ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് വെച്ചാൽ നമ്മളായിട്ട് ഫിക്സ് ചെയ്തേക്കാണ് 0 എന്നുള്ളത്. അപ്പോൾ ഇവിടെ ശരിക്കും ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് നോക്കാം, അതിൻ്റെ ഇലക്ട്രോഡിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരാം. ഇനി നമ്മളൊരു വേറൊരു ഇലക്ട്രോഡായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതൊന്നില്ലെങ്കിൽ ആനോഡായിട്ട് ബിഹേവ് ചെയ്യാം, അല്ലെങ്കിൽ കാഥോഡായിട്ട് ബിഹേവ് ചെയ്യാം. ആനോഡായിട്ടും കാഥോഡായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ സെൽ റിയാക്ഷനുകൾ നമുക്ക് നോക്കണം. ഓക്കെ, ഹാഫ് റിയാക്ഷൻസ് ആണ് ഈ എഴുതിയേക്കുന്നത്. ആനോഡിൽ വരുമ്പോൾ H2 gives H2H++ 2 ഇലക്ട്രോൺ എന്നായിരിക്കും, ഓക്സിഡേഷൻ ആയിരിക്കും ആനോഡിൽ വരാം. കാഥോഡിലായിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അത് റിഡക്ഷൻ ആയിരിക്കുള്ളൂ വരാം. അപ്പോൾ 2H++ 2 ഇലക്ട്രോൺ gives H2. കണ്ടോ, H2 എന്ന് പറയുന്നത് 2H+ ആയി 2 ഇലക്ട്രോൺ കൂടി വരും. H+ന്റെ ഒപ്പം തന്നെ ആയിരിക്കും ആ ഇലക്ട്രോണുകൾ എഴുതാം ആരോ കഴിഞ്ഞിട്ട്. കാഥോഡിൽ വരുമ്പോൾ റിഡക്ഷൻ ആണ്, അപ്പോൾ H+ന്റെ ഒപ്പം 2 ഇലക്ട്രോൺ കൂടി ചേർന്നിട്ട് H2 ആയിട്ട് മാറും. ഇങ്ങനെയാണ് നമ്മുടെ ഫോർമേഷൻ നടക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ എന്തായാലും ബാലൻസ് ഔട്ട് ചെയ്യുക, ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറും അതുപോലെ അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് ഓൾസോ അതിലുള്ള ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ, ഇത്രയും കാര്യങ്ങൾ എന്തായാലും നോക്കാം. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണല്ലോ, സെറ്റാണല്ലോ. അപ്പോൾ വേഗം ഇത്രയും കാര്യങ്ങൾ എന്തായാലും നോക്കിയേക്കാം. ഓക്കെ.